എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ഇന്ന് വരയ്ക്കുന്നത് ധ്യാനനിമഗ്നനായ ശ്രീബുദ്ധനെയാണ്. ബുദ്ധന്റെ സ്കെച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധമതത്തിലെ ഒരു പ്രധാന ഘടകമാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് ധ്യാനം. ലക്ഷ്യബോധമില്ലാത്തതും ഉള്ളതുമായ ചിന്തകളുടെ പ്രവാഹത്തിൽ കുതിക്കുന്ന മനസ്സിനെ തടയുക എന്നതാണ് ധ്യാനത്തിന്റെ ഉദ്ദേശം. വജ്ജി സംഘത്തിലെ ശാക്യഗണത്തിലാണ് ബുദ്ധൻ ജനിച്ചത്. ശാക്യവംശത്തിൽ പിറന്നതിനാൽ അദ്ദേഹം ശാക്യമുനി എന്നറിയപ്പെട്ടു. ഗോതമ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബ പേര്. അതിനാൽ അദ്ദേഹം ഗൗതമൻ എന്നും അറിയപ്പെട്ടു. ബുദ്ധമത സ്ഥാപകരിൽ ഒരാളാണ് ഗൗതമ സിദ്ധാർത്ഥൻ എന്നറിയപ്പെടുന്ന ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനാണ് ഏറ്റവും മഹാനായ ബുദ്ധൻ എന്ന് എല്ലാ ബുദ്ധമതാനുയായികളും വിശ്വസിക്കുന്നു. സിദ്ധാർത്ഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള സഹജീവികളോട് ദയ കാണിക്കണമെന്നും അവരുടെ ജീവനെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവ നല്ലതോ ചീത്തയോ ആയാലും അവ ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും അവനെ ബാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മനുഷ്യ ജീവിതം ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നിറഞ്ഞതാണെന്നും മനുഷ്യന്റെ ആശകളും ഒടുങ്ങാത്ത ആഗ്രഹങ്ങളുമാണ് ഈ ദുഃഖങ്ങൾക്ക് കാരണമെന്നും ബുദ്ധൻ പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളിലും മിതത്വം പുലർത്തി ആഗ്രഹങ്ങളിൽ നിന്നും മോചനം നേടണമെന്ന് അദ്ദേഹം എല്ലാവരോടും ഉപദേശിച്ചു. തൻ്റെ ചിന്തകൾ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയായിരുന്ന പ്രാകൃത ഭാഷയിലായിരുന്നു ഗൗതമ ബുദ്ധൻ തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത്. തൻ്റെ പ്രഭാഷണങ്ങൾ അതേപടി ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെപ്പറ്റി ചിന്തിച്ച് വിലയിരുത്താനും അദ്ദേഹം ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. ബുദ്ധമത തത്വചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് ചതുര സത്യങ്ങൾ. ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിവാരണം, ദുഃഖനിവാരണ മാർഗം എന്നിവ ചതുര സത്യങ്ങളായി അറിയപ്പെടുന്നു. ബുദ്ധമതത്തിന് പ്രധാനമായും 3 ഗ്രന്ഥങ്ങളാണുള്ളത്. സൂക്ത, വിനയ, അഭിധർമ്മ എന്നിവയാണവ. ബുദ്ധന്റെ ജീവിത മരണങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും ബുദ്ധ സന്യാസിമാർ ആശ്രമത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുമാണ് ഇവയിൽ പരാമർശിക്കുന്നത്. ദൈവം എന്ന വിശ്വാസം ബുദ്ധമതത്തിൽ ഇല്ലായിരുന്നു. മരണാനന്തര ജീവിതത്തിലും ഇവർ വിശ്വസിച്ചിരുന്നില്ല. ബുദ്ധമതം എന്നത് ഒരു മതം എന്നതിലുപരി ഒരു ജീവിത രീതിയാണ്. സ്വത്വബോധത്തിൽ നിന്നും മോചിതരാകുന്നതിലൂടെ സമാധാനപരവും സംതൃപ്തിപരവുമായ ഒരു ജീവിതം നയിക്കുവാനുള്ള മാർഗങ്ങൾ അത് നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചിത്രങ്ങളെയും ചിത്രകലയെയും ഇഷ്ടപ്പെടുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.